വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെഷർമെൻ്റാണ് ടൈം മെഷർമെൻറ്റ്. നമ്മൾ സാധാരണയായി ടൈം മെഷർമെൻറ്റിന് ക്ലോക്കാണ് ഉപയോഗിക്കാറ്. ഈ എന്തെങ്കിലും ഒരു ചേഞ്ച്, അതായത് എന്തെങ്കിലും ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു പ്രോസസ്സ്, ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എപ്പോഴും ടൈം മെഷർ ചെയ്യപ്പെടാറുള്ളത്. വളരെ കൃത്യമായ ടൈം മെഷർമെൻറ്റ്സിന് നമ്മളിപ്പം ആശ്രയിക്കുന്ന ഒരു ക്ലോക്കാണ് CCM ക്ലോക്ക്. ഈ ക്ലോക്കിനെ അറ്റോമിക് ക്ലോക്ക് എന്നും വിളിക്കാറുണ്ട്. ഈ ക്ലോക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നറിയാൻ നമ്മൾ ആദ്യം ആറ്റത്തിനെ കുറിച്ച് ഇപ്പോഴുള്ള കാഴ്ചപ്പാട് അതെന്താണ് എന്നൊന്ന് അറിഞ്ഞിരിക്കണം. ഒരു സഞ്ചിയിൽ ഒരു പന്തുണ്ടെന്ന് വിചാരിക്കുക. ആ സഞ്ചി നമ്മൾ കയ്യിൽ പിടിച്ച് കറക്കുകയാണെന്നും കരുതുക. ഈ കറക്കത്തിൻ്റെ വേഗത നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. എന്നാൽ ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്ന ഇലക്ട്രോണിൻ്റെ അവസ്ഥ ഇങ്ങനെയല്ല എന്നാണ് ഇപ്പോഴുള്ള കാഴ്ചപ്പാട്. ഈ ഓട്ട മത്സരത്തിന് നമ്മുടെ മത്സരാർത്ഥികൾക്ക് ട്രാക്ക് ഇട്ട് കൊടുക്കാറില്ലേ? അതുപോലെ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്ന ഇലക്ട്രോണുകൾക്ക് ഓരോ ട്രാക്ക് വീതം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഓരോ ട്രാക്കിലും കറങ്ങാൻ ആവശ്യമായ എനർജി മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇനി ഇലക്ട്രോണിന് ട്രാക്കൊന്ന് മാറി ഓടാൻ ഉദ്ദേശമുണ്ടെങ്കിലോ? അങ്ങനെയാണെങ്കിൽ മാറി ഓടാൻ ഉദ്ദേശിക്കുന്ന ട്രാക്കിൽ എത്ര എനർജി കൂടുതൽ ആവശ്യമുണ്ടെന്ന് ഇലക്ട്രോൺ കൃത്യമായി മുൻകൂട്ടി അറിഞ്ഞിരിക്കണം. ഇപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ട്രാക്കിനേക്കാൾ എനർജി കൂടുതൽ ആവശ്യമുള്ള ട്രാക്കിലേക്കാണ് ഇലക്ട്രോൺ മാറാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിനാവശ്യം വരുന്ന കൂടുതൽ എനർജി ഇലക്ട്രോൺ എവിടെ നിന്നെങ്കിലും സംഘടിപ്പിക്കണം. ഈ ആറ്റങ്ങളിലെ ഇലക്ട്രോണുകൾ എനർജി സംഘടിപ്പിക്കാറുള്ളത് പൊതുവെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ നിന്നാണ്. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് നമുക്ക് ഓൾറെഡി പരിചയമുള്ളതാണ്. ഉദാഹരണത്തിന് വിസിബിൾ ലൈറ്റ്, അതായത് പ്രകാശം, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ ഉദാഹരണമാണ്. മറ്റൊരു ഉദാഹരണം നമ്മുടെ മൈക്രോവേവ്, വേറെ ഉദാഹരണം എക്സ്റേ. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ എനർജി ലഭ്യമാകുന്നത് ഓരോ പാക്കറ്റ് വീതമാണ്. നമ്മൾ പാലൊക്കെ വാങ്ങിക്കുന്നത് പോലെ ഓരോ പാക്കറ്റില്ലേ. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ ഇത്തരം പാക്കറ്റുകൾ പൊതുവെ അറിയപ്പെടുന്നത് ഫോട്ടോൺസ് എന്നാണ്. ഒരു പാക്കറ്റിൻ്റെ, അതായത് ഒരു ഫോട്ടോണിൻ്റെ എനർജി നമ്മുടെ EM വേവിൻ്റെ ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. എന്താണ് ഈ ഫ്രീക്വൻസി? ഒരു യൂണിറ്റ് ടൈമിൽ എത്ര പ്രാവശ്യം ഒരു കാര്യം സംഭവിച്ചു, അതാണ് ഫ്രീക്വൻസി. ഉദാഹരണത്തിന് ഒരു ബസ് റൂട്ടിൽ ഓരോ 5 മിനിറ്റിലും ഒരു ബസ് വീതം ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ബസ് റൂട്ടിലെ ബസ്സിൻ്റെ ഫ്രീക്വൻസി ഒരു ബസ് പെർ 5 മിനിറ്റ് ആണ്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ടൈമിൻ്റെ യൂണിറ്റ് 5 മിനിറ്റ് ആണ്. ടൈമിൻ്റെ SI യൂണിറ്റ് ഒരു സെക്കൻഡാണ് എന്ന് നമുക്കറിയാം. എന്ന് വിചാരിച്ച് ഒരു ബസ്സിൻ്റെ ഫ്രീക്വൻസി എത്രയാണെന്ന് ചോദിച്ചാൽ ഒരു ബസ് പെർ 300 സെക്കൻഡ് എന്നൊന്നും നമ്മൾ ഉത്തരം പറയാറില്ല. ബസ്സിൻ്റെ ഫ്രീക്വൻസി ചോദിച്ചാൽ ഒരു ബസ് പെർ 5 മിനിറ്റ് എന്ന് തന്നെയാണ് നമ്മൾ പറയാറ്. ഇനി സയൻറ്റിഫിക് ആയിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടൈമിൻ്റെ യൂണിറ്റ് ഒരു സെക്കൻഡ് തന്നെയാണ്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹെർട്സ് ആണ്. HERTZ, ഹെർട്സ് ആണ്. ഒരു കാര്യം ഒരു സെക്കൻഡിൽ ഒരു പ്രാവശ്യമേ സംഭവിക്കുന്നുള്ളൂ എങ്കിൽ ആ കാര്യത്തിൻ്റെ ഫ്രീക്വൻസി ഒരു ഹെർട്സ് ആണ്. ഉദാഹരണത്തിന് ഒരു ഊഞ്ഞാൽ ഓസിലേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. ആ ഊഞ്ഞാൽ ഒരു സെക്കൻഡിൽ ഒരു പ്രാവശ്യമേ ഓസിലേറ്റ് ചെയ്യുന്നുള്ളൂ എങ്കിൽ ആ ഊഞ്ഞാലിൻ്റെ ഫ്രീക്വൻസി ഒരു ഹെർട്സ് ആണ്. ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ ഫ്രീക്വൻസി എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ
ഇലക്ട്രിക് ഫീൽഡ് എന്ന ഒരു ക്വാണ്ടിറ്റി ഓസിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫ്രീക്വൻസിയാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ പാക്കറ്റിൻ്റെ എനർജി, അതായത് ഒരു ഫോട്ടോണിൻ്റെ എനർജി നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ ഫ്രീക്വൻസിക്ക് പ്രപ്പോർഷണൽ ആണ്. അതായത് എനർജി ഓഫ് എ ഫോട്ടോൺ ഈസ് പ്രപ്പോർഷണൽ ടു ന്യൂ. ഇവിടെ ന്യൂ എന്നുള്ളത് ഫ്രീക്വൻസി ഓഫ് ദി ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. അല്ലെങ്കിൽ നമുക്കെന്ത് പറയാം? എനർജി ഓഫ് എ ഫോട്ടോൺ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ. ന്യൂ ഫ്രീക്വൻസിയാണ്. ഇവിടെ എച്ച് എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6.626 ഇൻറ്റു 10⁻⁻34 ജൂൾ സെക്കൻഡ് ആണ്. നമ്മൾ സ്കൂളിലേക്കൊക്കെ ബസ്സിന് പോകുമ്പോൾ ബസ് യാത്രയ്ക്ക് ആവശ്യമുള്ളതിനേക്കാൾ പണം നമ്മുടെ രക്ഷിതാക്കൾ നൽകുകയാണെങ്കിൽ നമ്മളത് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കും. എന്നാൽ ഇലക്ട്രോണിൻ്റെ കാര്യം അങ്ങനെയല്ല. ഒരു ട്രാക്കിൽ നിന്നും മറ്റൊരു ട്രാക്കിലേക്ക് മാറാൻ ഇലക്ട്രോൺ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ മാറ്റത്തിന് ആവശ്യമായ എനർജി അടങ്ങിയിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ പാക്കറ്റ്, അതായത് ഫോട്ടോൺ, വളരെ കൃത്യമായി ഇലക്ട്രോൺ തിരഞ്ഞെടുക്കും. എന്ന് വെച്ചാൽ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ കുറവോ എനർജിയുള്ള പാക്കറ്റുകൾ ഇലക്ട്രോൺ സ്വീകരിക്കുകയില്ല. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പാക്കറ്റിൻ്റെ എനർജി എച്ച് ന്യൂ ആയതുകൊണ്ട്, അതായത് പാക്കറ്റിൻ്റെ എനർജി തീരുമാനിക്കുന്നത് ഫ്രീക്വൻസി ആയതുകൊണ്ട്, ഏത് ഇലക്ട്രോമാഗ്നറ്റിക് വേവിൽ നിന്നാണോ ഇലക്ട്രോണിന് ആവശ്യമായ ഫോട്ടോൺ ഉള്ളത്, അഥവാ ഏത് ഇലക്ട്രോമാഗ്നറ്റിക് വേവിലാണോ ഇലക്ട്രോൺ ആവശ്യമായ ഫ്രീക്വൻസി ഉള്ളത്, ആ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൽ നിന്ന് മാത്രമേ ഇലക്ട്രോൺ എനർജി അബ്സോർബ് ചെയ്യുകയുള്ളൂ. ഉദാഹരണത്തിന് cesium-133 എന്ന ആറ്റത്തിലെ ഇലക്ട്രോൺ ഒരു ട്രാക്ക് മാറ്റത്തിന് അബ്സോർബ് ചെയ്യുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ ഫ്രീക്വൻസിയാണ് 9192631770 ഹെർട്സ്. ഈ ഫ്രീക്വൻസിയുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവിൽ നിന്നും ഒരു ഫോട്ടോൺ അബ്സോർബ് ചെയ്താൽ cesium-133യിലെ ഒരു ഇലക്ട്രോൺ ഒരു ട്രാക്കിൽ നിന്നും മറ്റൊരു ട്രാക്കിലേക്ക് എത്തും. ഇലക്ട്രോണിൻ്റെ പഴയ ട്രാക്കിനെയും പുതിയ ട്രാക്കിനെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ഹൈപ്പർ ഫൈൻ ലെവൽസ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഹൈപ്പർ ഫൈൻ ലെവൽസ് ഓഫ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് സീസിയം. ഇവിടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും എനർജി കുറഞ്ഞ ട്രാക്ക് എന്നാണ് അർത്ഥം. ഹൈപ്പർ ഫൈൻ ലെവൽസ് എന്ന് വെച്ചാൽ ന്യൂക്ലിയസും ഇലക്ട്രോൺസും തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് കൊണ്ടുണ്ടാകുന്ന ട്രാക്സ്. ഇതിലെ ഓരോ ട്രാക്കിനെയും നമുക്ക് ഹൈപ്പർ ഫൈൻ ലെവൽ എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ട്രാക്ക് മാറ്റത്തിന് ട്രാൻസിഷൻ ബിറ്റ്വീൻ ദ ടു ഹൈപ്പർ ഫൈൻ ലെവൽസ് ഓഫ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയാം. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ട്രാൻസിഷന് നമ്മുടെ cesium-133 ഈ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി മാത്രമേ ചൂസ് ചെയ്യുകയുള്ളൂ. cesium-133 ആറ്റത്തിൻ്റെ ഈ ഒരു സ്വഭാവമാണ് അറ്റോമിക് ക്ലോക്കിൽ അല്ലെങ്കിൽ സീസിയം ക്ലോക്കിൽ ഉപയോഗപ്പെടുത്തുന്നത്. അറ്റോമിക് ക്ലോക്കിൽ നമ്മുടെ cesium-133 അബ്സോർബ് ചെയ്യുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ ഫ്രീക്വൻസി എണ്ണാനുള്ള സംവിധാനമുണ്ട്. എന്ന് വെച്ചാൽ ഒരു സെക്കൻഡിൽ 9192631770 അത്രയും ഓസിലേഷൻസ്
കൗണ്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട് എന്നർത്ഥം. ചുരുക്കി പറഞ്ഞാൽ CCM ക്ലോക്കിലെ ഒരു സെക്കൻഡ് എന്ന് വെച്ചാൽ 9192631770 ഓസിലേഷൻസ് കൂടിയതാണ്. അതുകൊണ്ട് തന്നെ CCM ക്ലോക്ക് വളരെ എഫിഷ്യൻ്റ് ആണ്. CCM ക്ലോക്കിന് ഒരു വർഷത്തിൽ 3 മൈക്രോ സെക്കൻഡിൽ കൂടുതൽ ഇററൊന്നും ഉണ്ടാകില്ല. ടൈം മെഷർമെൻറ്റിൻ്റെ ആക്യുറസിയെ പറ്റി ഇത്രയും സംസാരിച്ച സ്ഥിതിക്ക് ഞാൻ മറ്റൊരു കാര്യം കൂടി ഇവിടെ കൂട്ടിച്ചേർക്കുകയാണ്. ലൈറ്റിൻ്റെ വെലോസിറ്റി ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് ഐൻസ്റ്റീൻ പറഞ്ഞു. ഐൻസ്റ്റീൻ പറഞ്ഞ കാര്യവും ടൈം മെഷർമെൻറ്റിൽ കൈവരിച്ച നേട്ടവും ഒരുമിച്ച് ചേർത്താൽ ഒരു മീറ്റർ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. 1 meter is defined as the distance traveled by light in 1/299792458 of a second.